നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് ക്രിപ്റ്റോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള കുറച്ച് ക്രിപ്റ്റോ കോയിൻസ്, എസ്പെഷ്യലി AI ബേസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കോയിൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നൗ ഒരു ഡിസ്ക്ലെയിമർ തരട്ടെ ഗൈസ്, ഞാൻ കോയിൻസിൻ്റെ വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല. എന്നോട് നേരിട്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാർ ചോദിക്കുമ്പോഴും ഏത് കോയിൻ മേടിക്കണം എന്ന് വെച്ചാൽ ഞാനൊന്നും പറയാറില്ല. നിങ്ങളുടെ റിസർച്ച് ചെയ്ത് മേടിക്കൂ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. ഞാനിപ്പോഴും അത് തന്നെ പറയുന്നു, നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾ റിസ്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിൻ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ വെച്ചുകൊണ്ട് കോയിൻസ് മേടിക്കുക എന്നുള്ളതാണ്. കാരണം ഇതെന്ത് മേടിക്കുന്നു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എപ്പോൾ എൻ്റർ ചെയ്യുന്നു, എപ്പോൾ എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. റൈറ്റ്? അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റർ ചെയ്തതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. റൈറ്റ്? അതുപോലെ തന്നെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ, പക്ഷേ നിങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. റൈറ്റ്? അപ്പോൾ റൈറ്റ് ടൈമിൽ എൻട്രി, റൈറ്റ് ടൈമിൽ എക്സിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ കോയിൻസിൻ്റെ പേരൊന്നും പറയാത്തത്. ബട്ട് എനിക്ക് കുറേ കമൻറ്റ്സ് വന്നു, അതുപോലെ തന്നെ എനിക്ക് മെസ്സേജസ് വരുന്നു, എന്തെങ്കിലും ഫേവറേറ്റ് കോയിൻസിനെ കുറിച്ച് അപ്ഡേറ്റ് തരൂ, അറ്റ്ലീസ്റ്റ് ആ വാച്ച് ലിസ്റ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനെ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കാണരുത്. എൻ്റെ പേഴ്സണലി ഞാൻ ഹോൾഡ് ചെയ്യുന്ന AI ബേസ്ഡ് ആയിട്ടുള്ള കോയിൻസും അതുപോലെ തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കോയിൻസുമാണ് ഞാനിത് പറയാൻ പോകുന്നത്. നൗ വാച്ച് ലിസ്റ്റിലുള്ള കോയിൻസ് എന്തിനാണ് ഞാൻ പറയുന്നത്? വാച്ച് ലിസ്റ്റിൽ ഞാൻ ബേസിക്കലി ഞാൻ ഏകദേശം എൻ്റെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഏകദേശം ഒരു 20-25 കോയിൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്? ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനൊരു 50 to 60 കോയിൻസ് മോർ ദാൻ ദാറ്റ് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്പർ 1, എങ്ങാനും വലിയ ഡിപ്പ് വന്നു കഴിഞ്ഞാൽ ആ കോയിൻസിൽ എനിക്ക് നല്ല പ്രൈസിൽ കിട്ടിക്കഴിഞ്ഞാൽ പിക്ക് ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങാനും എനിക്ക് എക്സ്ട്രാ ഫണ്ട് പുറത്തുനിന്ന് ക്രിപ്റ്റോയിൽ ഇടാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോയിൻസ് വേണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓൾറെഡി ഉള്ള എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള കോയിൻസ് പ്രോഫിറ്റ് തരുമ്പോൾ അല്ലെങ്കിൽ ലോസിലേക്ക് പോകുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ലോസ് ബുക്ക് ചെയ്യുമ്പോഴും എൻ്റെ ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് മറിച്ചിട്ട് ഈ കോയിൻസ് ഇടാൻ വേണ്ടി. അങ്ങനെ 3 റീസൺ കാരണം ഞാൻ ഒരുപാട് കോയിൻസ് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നില്ല. ബട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരു നല്ല പ്രൈസിൽ വരുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഫണ്ട് വരുമ്പോൾ മേടിക്കാൻ സാധ്യതയുള്ള കോയിൻസാണ്. റൈറ്റ്? അപ്പോൾ രണ്ടും ഞാൻ പറഞ്ഞു തരാം, എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള കോയിൻസും അതുപോലെ തന്നെ ഞാൻ വാച്ച് ലിസ്റ്റിലിട്ട കോയിൻസും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിഷേക് ഷെനോയ് ക്രിപ്റ്റോ അതാണ് ചാനൽ. ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആൽഫയാണ് വരാൻ പോകുന്നത്, അടിപൊളി കോണ്ടന്റ് ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ AI ബേസ്ഡ് ആയിട്ടുള്ള കോയിനാണ് നോക്കുന്നത്. ഇനി ബാക്കിയുള്ള ഓരോ സെക്ടറിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ വളരെ ലെങ്തിയാവും. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഭയങ്കര ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് കോയിൻ, ഫസ്റ്റ് കോയിൻ നിയർ പ്രോട്ടോകോൾ. ഗൈസ്, ഇത് ഒരു പഴയ കോയിനാണ്. ഈ ബുൾ റണ്ണിലുള്ള കോയിനാണ്. ഏകദേശം ഇവിടെ ജനുവരി 2021 കോയിനാണ്. ഇത് ഇനീഷ്യലി ഒരു ലെയർ 1 കോയിനാണ് ഗൈസ്. ബട്ട് ഇതിപ്പോൾ AIയിൽ പിവിറ്റ് ചെയ്തു. കാരണം എന്താണ് ഗൈസ്, ഇതിൻ്റെ ഫൗണ്ടർ ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് പണ്ടൊരു വലിയൊരു AI പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി AIയുടെ ട്രെൻഡ് വന്നപ്പോൾ എന്തെന്ന് വെച്ചാൽ, ഇവരുടെ ഈ കോയിനും AIയിലേക്ക് പിവിറ്റ് ചെയ്തു. നമുക്കവിടെ താഴെ കാണാൻ സാധിക്കും കാറ്റഗറീസ് ചോദിക്കാൻ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ലെയർ 1. ഓക്കെ, അങ്ങനെ ബാക്കി കുറേ കാറ്റഗറീസ് ഉണ്ട്. ബട്ട് മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പിവിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ഏറ്റവും ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, ഇതിൻ്റെ വാച്ച് ലിസ്റ്റാണ്. ഞാൻ ഈ കോയിൻ ലിസ്റ്റിലുള്ള ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ് നിയർ പ്രോട്ടോകോൾ. AI ബേസ്ഡ് ആയിട്ടുള്ള 6 ബില്യൺ ആണ് അറൗണ്ട് മാർക്കറ്റ് ക്യാപ്പ്. ഫുള്ളി ഡൈല്യൂട്ടഡ് നോക്കിയാൽ 6.5 ബില്യൺ. റൈറ്റ്? ഇത് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ അത് സെൻഡ് ചെയ്തിട്ട് വേറെ കോയിനിലേക്ക് പിവിറ്റ് ചെയ്തു. ബട്ട് ഞാനിപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പുതിയ ഫണ്ട് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഗൈസ്, ഇറ്റ്സ് എ ഗുഡ് പ്രൈസ് റൈറ്റ് നൗ. റീസെൻ്റ്ലി ഇത് ഏകദേശം ഒരു $3.72, അതായത് ഏകദേശം $4 അടുത്ത് വന്നതാണ്. ബട്ട് ഇപ്പോൾ $5 ആയിട്ടുണ്ട്. ആൻഡ് ഇഫ് ബിറ്റ് കോയിൻ ഗോസ് അപ്പ്, ദെൻ ഡെഫിനറ്റ്ലി നിയറിനൊരു നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നു. നിയറിനൊരു നല്ല ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നൗ ഇവരുടെ ട്വിറ്റർ ഞാൻ കൊടുത്തേക്കാം. അവിടെ ഇതാണ് ഇവരുടെ ട്വിറ്റർ. ഞാൻ എല്ലാ കോയിൻസിനെയും ട്വിറ്ററും കൊടുത്തേക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടേതായ അനാലിസിസ് ചെയ്യാം. ഇവരെ ഏതൊക്കെ പാർട്ണർഷിപ്പാണ് ചെയ്യുന്നത്, ഇവരുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, പുതിയ ഈ പ്രോജക്റ്റ് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ പ്രോജക്ട്സിൻ്റെയും ട്വിറ്റർ അക്കൗണ്ട് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ എളുപ്പമാകും. കാരണം നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഏത് കോയിൻ സെലക്ട് ചെയ്യണം, ഏത് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. റൈറ്റ്? അപ്പോൾ നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നൗ നെക്സ്റ്റ് AIയിലൊരു ബിഗ് ഹൈ മാർക്കറ്റ് ക്യാപ്പ് പ്രൊജക്റ്റാണ് ബിറ്റൻസർ ടാവ്. ഗൈസ്, AIയിൽ വലിയ ക്യാപ്പ് കോയിൻസിൽ എൻ്റെ ഫേവറേറ്റ് കോയിനാണ് ബിറ്റൻസർ ടാവ്. ഇത് ഡീസെൻട്രലൈസ്ഡ് AIന് വേണ്ടിയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ ബിറ്റൻസറിൻ്റെ സബ്നെറ്റിൽ ഒരുപാട് പുതിയ പ്രൊജക്ട്സുകൾ വരാനിരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞേക്കാം. ഇത് ഏകദേശം 4 ബില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ്. ആൻഡ് ഫുള്ളി ഡൈലൂട്ടഡ് വാല്യൂഷൻ 11 ബില്യൺ ഉണ്ട് ഗൈസ്. സോ ദാറ്റ്സ് ആക്ച്വലി പ്രിറ്റി മച്ച്, അത് ഭയങ്കര ഹ്യൂജ് ആണ്. ബട്ട് ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ബുള്ളിഷ് കോയിനാണ്. ഈ അടുത്ത് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ അടുത്ത് റീസെൻറ്റ് ലോ വന്നേക്കുന്നത്
$238 ഇത് കാണിക്കുന്നത്. ബട്ട് ഒരു എക്സ്ചേഞ്ചിൽ ഞാൻ കണ്ടു 180 ചില്ലാനം ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ പിക്ക് ചെയ്തതാണ് കുറച്ച്. ഓക്കെ, സോ ഇത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു വലിയ ഭാഗമുണ്ട്. വലിയ ഭാഗം എന്ന് വെച്ചാൽ ബാക്കിയുള്ള കോയിൻസിനെ അനുസരിച്ച് കുറച്ചുണ്ട്. ഒരു ലീഡിങ് ആയിട്ടുള്ളൊരു കോയിനാണിത്. ഇതിപ്പോൾ $280 നിന്ന് ഇപ്പോൾ ഏകദേശം $540, ഏകദേശം ഇരട്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. സോ ഇനി ബുൾ മാർക്കറ്റ് വരുന്നു, ബിറ്റ് കോയിൻ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ബിറ്റൻസ് ഓഫ് ടൗ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് കോയിൻ നെക്സ്റ്റ് ഞാൻ 2 കോയിൻ, ഇതിൻ്റെ ബേറ്റ പ്ലേ ഞാൻ പറഞ്ഞുതരാം. ഇത് ആൽഫയാണ് ഗൈസ്, ഇത് ബേറ്റ പ്ലേ ആണ്, ബട്ട് ഇത് ആൽഫ ന്യൂസ് ആണ്. എന്താണെന്ന് അറിയുമോ ഗൈസ്? ഈ ബേറ്റ പ്ലേ എന്ന് വെച്ചാൽ അതിനർത്ഥം ഇപ്പോൾ ഈ ബിറ്റൻസ് ഓഫ് ടൗ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് ഒരേപോലെ ഫണ്ടമെൻറ്റൽസ് എല്ലാം ഒരേപോലെയുള്ള മറ്റു പ്രൊജക്റ്റുകൾ, എന്നാൽ ഇതിൻ്റെ അത്രയും മാർക്കറ്റ് ക്യാപ്പ് ഇല്ലാത്ത ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിൻസ്, അതിനെയാണ് ബേറ്റ പ്ലേസ് എന്ന് പറയുന്നത്. ഇത് AI സെക്ടറിൽ, ഡീസെൻട്രലൈസ് AI സെക്ടറിൽ വരുമ്പോൾ ഈ ബിറ്റൻസ് ഓഫ് ടൗ എന്ന് പറയുന്ന ഒരു ആൽഫ പ്ലേയും ഇതേ പണി ചെയ്യുന്ന ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിൻസ് ബേറ്റ പ്ലേയുമായിട്ട് വരും. അങ്ങനെ 2 കോയിൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കോയിൻ എന്ന് വെച്ചാൽ വൺ സെക്കൻഡ് മുമ്പ് ഇതിൻ്റെ ട്വിറ്റർ ഞാൻ കാണിച്ചേക്കാം. ഇത് ഓപ്പൺ ടെൻസർ ഫൗണ്ടേഷൻ എന്നാണ് ഇവരുടെ ട്വിറ്ററിൻ്റെ ചാനലിൻ്റെ പേര്. ഡെഫിനറ്റ്ലി പോയി ഇവരുടെ എന്താ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നിങ്ങളുടെ റിസർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേറ്റ പ്ലേ നമ്പർ 1 എന്താണ്? 01 ലാബ്സിൻ്റെ DEAI എന്ന കോയിനാണ്. നൗ ഗൈസ്, ഇത് ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ്. ബിറ്റൻസ് ഓഫ് ടൗ ചെയ്യുന്നത് തന്നെയാണ് ഇവരും ചെയ്യുന്നത് ഡീസെൻട്രലൈസ് AIയിൽ. ബട്ട് $32 million മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഫുള്ളി ഡൈലൂട്ടഡ് വാല്യൂം 32 million. സോ ഇറ്റ്സ് എ വെരി ലോ ക്യാപ്പ് ജെം ആണ്. ഞാൻ പേഴ്സണലി ഇതും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ബിറ്റൻസ് ഓഫ് ടൗവും ഇതും ഏകദേശം ഒരേ ലെവലിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഞാൻ ഈ പ്രൊജക്റ്റിൽ ഞാൻ ഇത്തിരി ബുള്ളിഷാണ്, അതുകൊണ്ടാണ് ഞാനിത് ഹോൾഡ് ചെയ്യുന്നത്. കൺവിക്ഷൻ ഉണ്ട്. ഓക്കെ, നൗ ഇത് റീസെൻ്റ്ലി ലോ വന്നിരിക്കുന്നത് 0.15 cents വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 33 cents ആയി, ഏകദേശം ഡബിൾ, 2 ഇരട്ടിയുടെ അടുത്തായി. എനിക്ക് ചെറുതായിട്ടൊന്ന് താഴത്തെ കൺസോൾട്ടേഷന് വേണ്ടി പുൾ ബാക്ക് എടുക്കാൻ വരുന്നുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു എൻ്റർ യു ക്യാൻ എൻ്റർ, ഇറ്റ്സ് അപ് ടു യു. ആൻഡ് ഇതിൻ്റെ രണ്ടാമത്തെ ബേറ്റ പ്ലേ പറയാം. അതിന് മുമ്പ് ഇതിൻ്റെ ട്വിറ്റർ ഒന്ന് കാണിക്കട്ടെ. 01 ലാബ്സ് സൈഫർ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് യെല്ലോ ടിക്ക് കാണാൻ പറ്റും. ഇതാണ് ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട്. ഗോ ആൻഡ് ചെക്ക് ദാറ്റ് ഔട്ട്. ഓക്കെ, നൗ സെക്കൻഡ് ബേറ്റ പ്ലേ, ബിറ്റൻസ് ഓഫ് ടൗവിൻ്റെ സെക്കൻഡ് ബേറ്റ പ്ലേ എന്താണ്? കമ്മ്യൂൺ AI. യെസ്, കമ്മ്യൂൺ AI എന്ന് പറഞ്ഞ കോയിനാണ്. ഇതും ഏകദേശം $38 million ഉള്ളൂ. ബട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ഫുള്ളി ഡൈലൂട്ടഡ് വാല്യുവേഷൻ $321 million ഉണ്ട്. അത് ഭയങ്കര കൂടുതലാണ്. അതായത് ഏകദേശം 10 to 12% കോയിൻസ് മാത്രമേ സർക്കുലേഷനുള്ളൂ. ഇനി അപ്പോൾ കോയിൻ വരാൻ കിടക്കുന്നുണ്ട്, അതും നിങ്ങൾ മനസ്സിൽ വെക്കുക ഗൈസ്. ഇതിനെക്കുറിച്ച് സ്പെസിഫിക് ആയ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഞാൻ പിന്നീട് സ്പെസിഫിക് വീഡിയോസ് ചെയ്യാം. എങ്ങനെയാണ് ഫുള്ളി ഡൈലൂട്ടഡും സാധാ മാർക്കറ്റ് ക്യാപ്പൊക്കെ എങ്ങനെയാണ് നോക്കേണ്ടത്, അതിനെക്കുറിച്ച് അനാലിസിസ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ, നൗ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ കോയിൻ ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല, എൻ്റെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. കാരണം റീസെൻ്റ്ലി ഇത് നല്ല രീതിയിൽ പമ്പായതാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ മേടിച്ചിട്ടില്ല. ഈ അടുത്താണ് എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ഇത് വന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ നോക്കും എങ്ങനെയാണ് പെർഫോം ചെയ്തത്, അതിനനുസരിച്ചായിരിക്കും ഞാൻ മേടിക്കണോ വേണ്ടിയോ ഒന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ കോയിൻ ഇല്ല. ബട്ട് 01 ലാബിൻ്റെ DEAI കോയിനും ഉണ്ട്, അതുപോലെ തന്നെ ബിറ്റൻസ് ഓഫ് ടൗ, ഇത് രണ്ടും എൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. നൗ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള AI സെക്ടറിലുള്ള ഒരു സ്മോൾ ക്യാപ്പ് ജമ്മു കൂടെ ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് Synesis 1 എന്ന് പറയുന്ന കോയിനാണ്. ഇത് ആക്ച്വലി AI ബേസ്ഡ് മെഷീൻ ലേണിങ്ങിന് ബേസ് ആയിട്ടുള്ളൊരു കോയിനാണ്. അത് മാത്രമല്ല ഇവർക്ക് ഗെയിമിംഗ് സെക്ടറിലും ചെറിയൊരു പിടിപാടുകളുണ്ട്, റൈറ്റ്? ആൻഡ് ഇത് ഏറ്റവും ചെറിയ, ഈ ലിസ്റ്റിലുള്ള ഏറ്റവും ചെറിയ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ്. ദാറ്റ് ഈസ് ഓൺലി $8 million ആണ്. ബില്യൺ അല്ല, $8 million മാർക്കറ്റ് ക്യാപ്പാണ്. ഫുള്ളി ഡൈലൂട്ടഡ് എടുത്ത് വെച്ച് നോക്കിയാലും നമുക്ക് $14 million ഉള്ളൂ. ഇത് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ റീസൺ ഇത് സൊലാന ബേസ് കോയിനാണ്. അതായത് ബാക്കിയുള്ള എൻ്റെ AI കോയിൻസ് എല്ലാം ഇത്തീറിയം ഇക്കോസിസ്റ്റത്തിലുള്ള കോയിൻസ് ആണ്. സൊലാന ബേസ് ആയിട്ടുള്ള വളരെ റെയർ AI കോയിൻസേ ഉള്ളൂ. അതിലൊന്നാണ് Synesis. അപ്പോൾ സൊലാനയുടെ ഇക്കോസിസ്റ്റത്തിലും ഒരു AI പ്ലേ എനിക്ക് വേണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ചെറിയ ഒരു എമൗണ്ട് ഞാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി ഗൈസ് ഞാൻ ഏകദേശം ഇത് ബൈ ചെയ്തത് $0.11 അതിൻ്റെ അടുത്തേക്കാണ്, $0.011 അടുത്ത്. അവിടെ നിന്ന് എനിക്ക് ഏകദേശം ഒരു 20x പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അതിനുള്ളിൽ ഞാൻ വിറ്റത് വേറൊരു കോയിനിലേക്ക് പിവിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് 20+x എനിക്ക് മിസ്സായി. ബട്ട് ഞാനിപ്പോൾ ഒരു റീഎൻട്രി എടുത്തിട്ടുണ്ട് ഈ അടുത്തായിട്ട്. അതും ഏകദേശം $1 ആ റേഞ്ചിൽ ഒരു ഏറ്റവും ബോട്ടം വരുമ്പോൾ ഞാൻ പിക്ക് ചെയ്യുന്നത്, റൈറ്റ്? ഇപ്പോൾ എനിക്കത് ഏകദേശം ഒരു 30-40% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ഇത് കുറച്ച്, അതായത് നമുക്കൊരു ഇവിടെ നമുക്ക് കാണാൻ പറ്റും $0.2 ഇത് പോയതാണ്. അതായത് ഏകദേശം 10-20x ഇപ്പോൾ പ്രൈസ് ചെയ്യുന്ന 10-20x മുമ്പോട്ട് പോയതാണ്. എപ്പോഴാണ്? അധികം വന്നതായിട്ടുള്ള March 6, അതായത് ഏകദേശം 6 മാസം മുമ്പാണ്. സോ ആ ഒരു വാല്യൂ ക്യാപ്ചർ ചെയ്താൽ തന്നെ ഒരു 10-20x നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോയിനാണ്. എഗെയിൻ ഗൈസ്, സാധ്യതയാണ്, ഉറപ്പല്ല, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ലവൈസ് ഇവരുടെ ട്വിറ്റർ പേജ് കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇതാണ് Synesis 1 എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ട്വിറ്റർ പേജ്. ഗോ ആൻഡ് ചെക്ക് ദാറ്റ് ഔട്ട്. ഇവർ വളരെ ആക്റ്റീവാണ്. ആൻഡ്
പാർട്ണർഷിപ്പ് ഒന്ന് വന്നു. ഓക്കെ, സോ പാർട്ണർഷിപ്പ് ഒന്ന് സ്റ്റാറ്റസ് ആയിട്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പുതിയ പാർട്ണർഷിപ്പ് എന്താണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ട്വിറ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ ഇനി വരുന്ന കുറച്ച് കോയിൻസ് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള കോയിൻസ് അല്ല ഗൈസ്, എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കോയിൻസ് ആണ്. ഇതിൽ എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള കോയിൻസ് എന്താ ബിറ്റ്ടെൻസർ ടാവോ 01 ലാബ്സിൻ്റെ DEA കോയിനും അതുപോലെ തന്നെ സിനസിസ് വന്നുമാണ്. ഇനി നിയർ പ്രോട്ടോകോൾ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിറ്റു. അടുത്ത് തന്നെ മിക്കവാറും ചിലപ്പോൾ ഒരു എൻട്രി എടുക്കും. ബാക്കിയുള്ള കോയിൻസ്, ഇനി പറയാൻ പോകുന്ന കോയിൻസ് എല്ലാം എൻ്റെ അടുത്ത് വാച്ച് ലിസ്റ്റിലാണുള്ളത്, എൻ്റെ പോർട്ട്ഫോളിയോയിലില്ല. മേ ബി ഞാൻ എൻട്രി എടുക്കാൻ സാധ്യതയുണ്ട് ഇഫ് ഐ ഗെറ്റ് എ ഗുഡ് പ്രൈസ്. ഓക്കെ, നൗ ഏതാണ് ആ കോയിൻ? പാൻ AI ഗൈസ്. വളരെ ഒരു ബുള്ളിഷ് കോയിൻ ആയിരുന്നു കുറച്ച് മാസങ്ങൾ മുമ്പ്. ഞാൻ എൻട്രി എടുത്താണ്, എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി. ബട്ട് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം ഇത് നല്ലോണം താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി 13 സെൻസ് വരെ ഇത് പോയതാണ്. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് പ്രൈസ് 30 സെൻസ് ആണ്. ഏകദേശം 2x കുറച്ചുകൂടെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ് 240 ആണ്. ഫുള്ളി ഡൈല്യൂട്ടഡ് $280 million ആണ്. സോ ഇത് ഏകദേശം ഒരു മിഡ് ടു ലോ ക്യാപ്പിൽ വരുന്ന ഒരു കോയിനാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള കോയിനാണ്. യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഇതിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. യെസ്, പവർഫുൾ AI ഇക്കോസിസ്റ്റം ബിൽഡ് യൂസിങ് കസ്റ്റം ഡാറ്റ ഫീഡ്. ഓക്കെ, ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് പാൻ AIയുടെ ട്വിറ്റർ അക്കൗണ്ട്. നമുക്ക് ഫോളോ ചെയ്യുക, ഇവരുടെ അപ്ഡേറ്റ്സ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് കോയിൻ ഈസ് ഗൈസ് ഒറൈ ചെയിൻ. ഗൈസ് ഇത് ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോയിനാണ്. എഗെയിൻ എനിക്ക് പ്രോഫിറ്റ് കിട്ടി, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഗൈസ് ഞാനൊരു കോയിൻ കുറേ കാലത്തേക്ക് ഞാൻ ഹോൾഡ് ചെയ്യാറില്ല. എല്ലാ കോയിനും ചില കോയിൻ ഹോൾഡ് ചെയ്യാറുണ്ട്. ബട്ട് ചില കോയിൻസൊക്കെ ഞാൻ മേടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടി ഞാൻ വിൽക്കാറുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിറ്റൊരു കോയിനാണ് ഇപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്നു. ഇത് ആക്ച്വലി ഒരു ലെയർ 1 കോയിനാണ് AI മാത്രമല്ല. അപ്പോൾ AIയുടെയും ലെയർ 1ൻ്റെയും ഒരു കോംബോ ആണിത് ഒറൈ ചെയിൻ എന്ന് പറഞ്ഞാൽ. ഒരു ലോ മാർക്കറ്റ് ക്യാപ്പുള്ള കോയിനാണ്. വെറും $112 million ഉള്ളൂ. ഫുള്ളി ഡൈല്യൂട്ടഡ് $125 million. ഓക്കെ, അപ്പോൾ അധികം ഫുള്ളി ഡൈല്യൂട്ടഡ് വാല്യുവേഷൻ ഇല്ല ഇതിനകത്ത്. എനിക്ക് അങ്ങനത്തെ കോയിൻസൊക്കെ വളരെ ഇഷ്ടമാണ്. നമുക്ക് കാണുന്നത് ഈ 2021 മുതലുള്ളതാണിത്. റീസെൻ്റ്ലി 2 പമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പമ്പിലേക്ക് വിറ്റതാണിത്. റീസെൻറ്റ് ലോ നമുക്ക് ഇങ്ങനെ $5.5 വന്നിട്ടുണ്ടായിരുന്നു. $6.8 ആയിട്ടുള്ളൂ. അതായത് ഒരു 30% സംതിങ് മൂവ് ആയിട്ടുള്ളൂ. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഇത് നമുക്ക് റഡാറിൽ വെക്കാം. എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള വാച്ച് ലിസ്റ്റ് ഉണ്ട്. AI ലെയർ 1 ഫോർ Web3 മാസ് അഡോപ്ഷൻ. സോ നമുക്ക് ഈ കോയിൻ വരുന്നത് AI സെക്ടറിലും വരും, ലെയർ 1 ആയിട്ടും വരും, അതുപോലെ തന്നെ Web3 ഫാക്ടറും. അതായത് ഇതിലേതെങ്കിലും ഒരു ട്രെൻഡ് ബുള്ളിഷ് ആയി കഴിഞ്ഞാൽ ഈ കോയിൻ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ കാറ്റഗറീസിലുള്ള കോയിൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി മൂവ് ആകുമ്പോൾ ആ പ്രൊജക്റ്റ് മൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് ആൽഫയാണ് ഗൈസ്, മറ്റാരും പറഞ്ഞു തരില്ല. ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നൗ ഇതാണ് ട്വിറ്റർ അക്കൗണ്ട്. ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. ദെൻ നെക്സ്റ്റ് കംസ് സ്പെക്ട്രാൽ. ഗൈസ് സ്പെക്ട്രാലും ഇതുപോലെ തന്നെ മെഷീൻ ലേണിങ്ങിന് ബേസ് ആയിട്ടുള്ള ഒരു AI കോയിനാണ്. ഇത് റീസെൻ്റ്ലി ലോഞ്ച് ആയ കോയിനാണ്. ഇഫ് ഐ എം നോട്ട് റോങ് എനിക്ക് ഇതിന് എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ബട്ട് അത് വിറ്റിട്ടുണ്ടാകും, കാരണം ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഇതില്ല, എൻ്റെ വാച്ച് ലിസ്റ്റിലാണുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന കോയിനാണ്. കുറച്ച് മാസങ്ങൾ മുമ്പാണ് വന്നത്, മെയിലാണ് ഇത് വന്നത്. റീസെൻ്റ്ലി ലോ പോയത് $5.16 $5 അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് $9 അടുത്ത ഏകദേശം അപ്പോൾ 70-80% പമ്പായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2x ആകും പോകുന്നു. ബട്ട് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ ആകെ 112 million മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. ബട്ട് ഫുള്ളി ഡൈല്യൂട്ടഡ് 1 billion അടുത്തുണ്ട്, അതായത് 930 million ഉണ്ട്. അപ്പോൾ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് ഇവരുടെ ട്വിറ്റർ പേജ് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും നമ്മൾ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ തന്നെ പോകണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതും കാണിച്ചു കൊടുക്കുന്നത്. കാരണം ഫേക്ക് ആയിട്ടുള്ള പേജിൽ പോയി കഴിഞ്ഞാൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കവിടെ കാണാൻ പറ്റും ഓൺലൈൻ ഏജൻറ്റ് ഇക്കണോമി, AI മെഷീൻ ഇൻ്റലിജൻസ്. ഓക്കെ, അത് നമുക്ക് കാണാം. സോ ഇതാണ് ഇവരുടെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അതായത് 1,66,000 ഫോളോവേഴ്സൊക്കെ ഉണ്ട്. സോ ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. നെക്സ്റ്റ് വരുന്ന ഗൈസ് OXO ആണ്. നൗ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് OXO എന്നാണെങ്കിൽ പോലും ഇതിന് ആക്ച്വലി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ O അല്ല, ആൽഫബറ്റ് അല്ല, ഇത് 0 ആണ്. 0നെ ഇംഗ്ലീഷുകാർ O എന്നും പറയാറുണ്ട്. അതായത് 2024 ആണെങ്കിൽ 2024 എന്ന് പറയാറുണ്ട്. മനസ്സിലാവും. അപ്പോൾ ഇത് OXO എന്ന് പറയുമെങ്കിലും നമ്മൾ O എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോയിൻ നിങ്ങൾക്ക് കിട്ടില്ല. കോയിൻ ഗെക്കോയിൽ അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ എവിടെയാണെങ്കിലും എക്സ്ചേഞ്ചുകളാണ് 0x0 എന്ന് ടൈപ്പ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ OXO എന്ന് വെച്ചാൽ എന്ത് കോയിനാണ്? ഇത് ഞാൻ ബേസിക്കലി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളതാണ്. എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്? മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇത് AI സെക്ടറിൽ മാത്രമല്ല, ഇത് പ്രൈവസി സെക്ടറിലും കൂടെ പെടുന്നതാണ്. നമുക്കറിയാം ക്രിപ്റ്റോയിൽ പ്രൈവസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണെന്നാണ്. അപ്പോൾ AIയും പ്രൈവസിയും കൂടെ കമ്പൈനായി വരുന്ന ഒരു കോയിനാണ് OXO കോയിൻ, അതായത് 0x0 കോയിൻ. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 167, അതായത് എഗെയിൻ ഒരു ലോ ക്യാപ്പ് മിഡ് ക്യാപ്പ് റേഞ്ചിൽ വരുന്ന ഒരു കോയിനാണ്. ഫുള്ളി ഡൈല്യൂട്ടഡ് 167 ആണ്. അതായത് എല്ലാ ഫുൾ കോയിൻസും ഇപ്പോൾ സർക്കുലേഷനുണ്ട്. ദാറ്റ്സ് എ ബിഗ് ന്യൂസ്. ആൻഡ് നമുക്കറിയാം വലിയൊരു പമ്പിലേക്ക് പോയതാണ്. അതായത് ഞാൻ മേടിച്ചിട്ടില്ല, വാച്ച് ലിസ്റ്റിലാണത്. റീസെൻ്റ്ലി വന്നിരിക്കുന്നത് 11 സെൻസിൻ്റെ അടുത്തുണ്ടായിരുന്നു, ഇപ്പോൾ 18 സെൻസായി. ഏകദേശം ഇത് പറഞ്ഞ 60-70% പമ്പായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പുൾ ബാക്ക് എടുക്കുന്നുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ഓക്കെ, ഇവരുടെ ട്വിറ്റർ പേജും കാണിച്ചു തരാം. ദാറ്റ് ഈസ് ഓക്കെ, ഓൾ ഇൻ വൺ പ്രൈവസി എക്സ്ചേഞ്ച് വിത്ത് 100%. ഗൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയട്ടെ. ഇവർക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ OXO ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ റിവാർഡ് കൊടുക്കാറുണ്ട്. ഇവർ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ റിവാർഡ് കൊടുക്കാറുണ്ട്. ബട്ട് എന്ത് കോയിനാണ് റിവാർഡ് കൊടുക്കുന്നത്? ETH.
അതായത് ഇത്തിരിയമാണ് ഇവർ റിവാർഡായിട്ട് കൊടുക്കുന്നത്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. കാരണം അവരുടെ സ്വന്തം കോയിനല്ല കൊടുക്കുന്നത്, വേറൊരു ഒരു ഭയങ്കര സ്ട്രോങ് ആയ കോയിനാണ് കൊടുക്കുന്നത്. സോ അതും ഒരു നല്ലൊരു കാര്യമാണ്. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. ദെൻ നെക്സ്റ്റ് കംസ് 2 ലാസ്റ്റ് കോയിൻസ് പറഞ്ഞുതരാം ഗൈസ്. ഇത് വളരെ ഒരു ലോ ക്യാപ്പ് കോയിനാണ്. ദാറ്റ് ഈസ് ന്യൂറൽ AI എന്ന് പറയും. ഓക്കെ, നൗ ഈ പേരിൽ എനിക്കൊന്ന് വേറൊരു കോയിനും കൂടി ഉണ്ട്, ബട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതാണ് ലോഗോ, ഇതാണ് പ്രൈസും കാര്യങ്ങളൊക്കെ. സോ ന്യൂറൽ AI എന്ന് വെച്ചാൽ ഇത് ഒരു ലോ ക്യാപ്പ് കോയിനാണ് ഗൈസ്. ഇതും നമ്മൾ ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാം, നമുക്ക് AIയിൽ ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോയായി വരുന്നു, ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ വരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു ടെക്സ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗെയിം ആസറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണിത്. റൈറ്റ്, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽമെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗെയിമിൽ ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, അല്ലെങ്കിൽ ഷീൽഡ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഷീൽഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ, കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറിനെ ബേസ് ചെയ്ത് ഗെയിമിൽ വേണ്ട ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്ന 3D ഡിസൈൻ ചെയ്യുന്ന ഒരു AI പ്ലാറ്റ്ഫോമാണിത്. ഈ പ്രൊജക്റ്റാണിത്. $43 million ആണ്. അത് ഫുള്ളി ഡയറക്റ്റഡ് വാല്യൂഷനും $43 million ആണ്. ലോ ക്യാപ്പ് ജെമ്മാണ് ഗൈസ്. മൈക്രോ ക്യാപ്പ് ജെമ്മാണ് ഗൈസ്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് പോയി നിൽക്കുന്നുണ്ട്. ഇതും റീസെൻ്റ്ലി ലോഞ്ച് ആയതുള്ളൂ ഏപ്രിലിൽ. റീസെൻറ്റ് ലോസ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $2.5 അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം $4 ഏകദേശം ഇരട്ടിയുടെ അടുത്തായിട്ടുണ്ട്. ഇഫ് യു വാണ്ട് ദെൻ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. എഗെയിൻ ഇതെൻ്റെ വാച്ച് ലിസ്റ്റിൽ കിടക്കുന്ന കോയിനാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ട്വിറ്റർ അക്കൗണ്ട്. ആൻഡ് വൺ മോർ തിങ് ഗൈസ്, ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ബിൽഡ് ചെയ്യുന്നത് എവിടെയാണ്? ടാവ് ബിറ്റൻസറിൻ്റെ സബ്നെറ്റിലാണ്. ടാവ് ബിറ്റൻസർ എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ കോയിൻ ബിറ്റൻസർ ടാവ്. റൈറ്റ്, ബിറ്റൻസർ ടാവ്. ഈ ബിറ്റൻസർ ടാവ് എന്ന ഇതിൻ്റെ ഇക്കോ സിസ്റ്റത്തിലുള്ള കോയിനാണ് ന്യൂറൽ AI. ഇത് ബിൽഡ് ചെയ്യുന്നത് ബിറ്റൻസർ ടാവ് സബ്നെറ്റിലാണ്. ഓക്കെ, സോ അതും ചെക്ക് ഔട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് കോയിൻ ഗൈസ്, നമ്മുടെ AI ലിസ്റ്റിലുള്ള ലാസ്റ്റ് കോയിനാണ് ഡെസ്ട്രാ നെറ്റ്വർക്ക്. DSync എന്നാണ് ഇതിൻ്റെ ടിക്കർ സിമ്പിൾ. റൈറ്റ്, ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇവർ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ഫുള്ളി ഡൈലൂട്ടഡ് മാർക്കറ്റ് ക്യാപ്പ് 203, അതായത് $203 million ആണ് ഇതിൽ കിടക്കുന്നത്. ഇതും ഏകദേശം ലോ ക്യാപ്പ് മിഡ് ക്യാപ്പ് റേഞ്ചിൽ വരുന്നതാണ്. ഇത് റീസെൻ്റ്ലി ഏപ്രിലാണ് ലോഞ്ച് ചെയ്തത്, ബട്ട് വളരെ സ്ട്രോങ് ഹോൾഡിംഗ് കൊടുക്കുന്ന കോയിനാണ്. അതായത് അധികം വലിയ ഡിപ്പൊന്നും വരുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന കോയിനാണ്. ഇത് റീസെൻറ്റ് ലോ വന്നത് 14 cents ആണ്. ഇപ്പോൾ ഏകദേശം 20 cents വന്നിട്ടുണ്ട്. ഏകദേശം 50%ഓളം പമ്പായിട്ടുണ്ട്. 40-50% പമ്പായിട്ടുണ്ട്. ഓക്കെ, ഇതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, DSync ഇവിടെ കാണാൻ പറ്റും. ഇത് ഡെസ്ട്രാ നെറ്റ്വർക്ക്. ഇതാണ് ഇതിൻ്റെ അക്കൗണ്ട്. ബ്ലൂ ടിക്കാണുള്ളത്, യെല്ലോ ടിക്കല്ല. DSync ദ ഫസ്റ്റ് ഓൺ ചെയിൻ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ ഓൾ യുവർ ഡീപ്പ് ഇൻ ക്ലൗഡ് ആൻഡ് AI കമ്പ്യൂട്ടിംഗ് നീഡ്സ്. നൗ ഗൈസ്, ഇത് നമുക്ക് ശ്രദ്ധിക്കുക. ഞാനിപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത്. അതായത് ഈ കോയിൻ ഡീപ്പിനിലും അതുപോലെ തന്നെ ക്ലൗഡ് ആൻഡ് AI കമ്പ്യൂട്ടിങ്ങിലും ഉള്ള കോയിനാണ്. അതായത് ഡീപ്പിൻ സെക്ടറിലും AIയിലും പെടുത്താൻ പറ്റുന്ന ഒരു കോയിനാണ്. ഏതെങ്കിലും സെക്ടർ പുള്ളിഷ് ആയി കഴിഞ്ഞാൽ we can see a good bump. And one more thing, oh shit, സയൻ കോയിൻ ആയിട്ട് വരും ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ട്വിറ്റർ എപ്പോഴും ഫോളോ ചെയ്യുക. റീസെൻറ്റ് അവർ ഏറ്റവും പുതിയ പോസ്റ്റാണിത്. ഡെസ്ട്രാ നെറ്റ്വർക്ക് ടു ദ ഫയൽ ഇക്കോസിസ്റ്റം. ഇവരെ എന്തോ പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. ഡെസ്ട്രയും ഫയലും കൂടി പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. സോ എപ്പോഴും ട്വിറ്റർ എപ്പോഴും എല്ലാ പ്രൊജക്റ്റിൻ്റെയും നമ്മൾ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നൗ എന്താണ്. സോ ഗൈസ് ദാറ്റ് പ്രിറ്റി മച്ച് ഇറ്റ്. എല്ലാ കോയിൻസും കഴിഞ്ഞു. AIയുടെ ഇത് എൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള AI സെക്ടറിലുള്ള കോയിൻസാണ്. ഇനി ബാക്കി പല സെക്ടറുണ്ട്. ഡീപ്പിൻ ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, ഗാംബിൾഫൈ ഉണ്ട്, ലിക്വിഡ് സ്റ്റേക്കിംഗ് ഉണ്ട്, എല്ലാം ഒരുപാട് കോസ്റ്റമായിട്ടുള്ള കോയിൻസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പാർട്ടായിട്ട് ഇട്ടേക്കാം. സോ ഗൈസ് ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ആൻഡ് ഗൈസ് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ സ്വന്തം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇറ്റ്സ് വെരി റിസ്കി ഗൈസ്. ഇറ്റ് ക്യാൻ ഗോ ടു സീറോ, ഹോണസ്റ്റ്ലി സ്പീക്കിംഗ്. ഓക്കെ, ആസ് എ ബ്രദർ ഐ എം സേയിങ്, നിങ്ങൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ 100% ചോയ്സ് നിങ്ങളുടെ ആയിരിക്കണം. എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഓക്കെ, until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് signing out. I love you all. Print money. Let's go.